ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാകുന്നത് മീൻ പൊള്ളിക്കുകയാണ്. അയില മീൻ വെച്ചിട്ടാണ് നമ്മളിന്ന് മീൻ പൊള്ളിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, ഇതിനായി ഞാൻ 2 അയില മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇവിടെ എല്ലാം സെറ്റാണ്. ഇത്രയും മതി. ഇനി ഞാൻ പൊടികൾ ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് അത് ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറുനാരങ്ങയാണ്. നമ്മൾ ഈ പകുതി ചെറുനാരങ്ങൻ്റെ നീരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഈ മസാലയെല്ലാം നമുക്ക് ആ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല രീതിക്ക് എല്ലാ ഭാഗത്തുനിന്നും നമ്മുടെ ഈ മസാലയ്ക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഞാൻ 2 തണ്ട് കറുവേപ്പിലയാണ് അത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. മസാല പട്ടി വെച്ച് നമ്മുടെ മീനാണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മീനിൻ്റെ ഒരു ഭാഗം നല്ല രീതിക്കൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് മറിച്ചിടാം. ഓക്കെ, സെറ്റാണ്. ഒരു ഭാഗം നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗവും നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊന്ന് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 10 ചെറിയുള്ളിയാണ് അത് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുത്ത് ചെറിയുള്ളിയും സവാളിൻ്റെയും കളറ് മാറുന്നവരേക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറുവേപ്പിലയൊന്ന് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളിയും സവാളയൊക്കെ നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് വെന്ത് കുഴഞ്ഞ് വരുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, സെറ്റാണ്. ഇത്രയും മതി. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് അത് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പൊടികളിലേക്കൊന്ന് പച്ചമണം മാറുന്നവരേക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാനിതാ മൺചട്ടി പൊട്ടാതെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പോളം തേങ്ങാപ്പാലുണ്ട്, അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ്. ഒരു 1/4 കപ്പോളം പുളിവെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് തിള വരട്ടെ. അതുവരയ്ക്ക് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വറ്റി വരും. ഓക്കെ, സെറ്റാണ്. ഇത്രയും മതി. വാഴയിലിൻ്റെ മേലെ കൂടെ ഞാനിതാ വേറൊരു വാഴയില വെച്ച് കൊടുക്കുന്നത് തളിര് വാഴയിലയാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മുടെ മസാലയൊന്ന് നമുക്ക് അതിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെറ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന മീൻ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കൂടെ വീണ്ടും നമുക്ക് ആ മസാലയൊന്ന് മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റാക്കി കൊടുക്കാം. മസാലയെല്ലാം നമ്മൾ മീനിൻ്റെ മേലെ എല്ലാവിടെയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കൂടെ വീണ്ടും ഒരു ചെറിയൊരു വാഴയില വെക്കുന്നുണ്ട്. അതെ, ഇനി നമുക്കിതൊന്ന് മടക്കാം. നിങ്ങൾക്ക് വാഴയില വാട്ടിയിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തളിര് വാഴയില ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നല്ല നല്ല കുഴഞ്ഞ പോലെ തന്നെയല്ലേ ഈ വാഴയില കിടക്കുന്നത്. അപ്പോൾ ഇത് വാട്ടേണ്ട ആവശ്യമില്ല. ഇനി നല്ല പോലെ ഒന്ന് മടക്കി സെറ്റായിട്ട് ഇനി വാഴനാര് കൊണ്ട് തന്നെയാണ് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നൂലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇത് വാഴനാരെന്ന് കിട്ടിയതുകൊണ്ട് നമുക്കതുകൊണ്ടൊന്ന് നല്ല രീതിക്കൊന്ന് കെട്ടുന്നുണ്ട്. ഓക്കെ, റെഡിയാണ്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ പൊതിയൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് എണ്ണയൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു ഭാഗം ആയ ശേഷം നമുക്കൊന്ന് മറിച്ചിടുന്നുണ്ട്. ഓക്കെ, ആവിയൊക്കെ പൊങ്ങുന്നുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, ഒരു സൈഡ് ആയിട്ടുണ്ട്. മതി, ഇത്രയും മതി. ഇനി നമുക്ക് ഒന്ന് കോരിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ കെട്ടൊക്കെ ഒന്ന് അയച്ചു മാറ്റാം. ഇനി നമുക്ക് പതുക്കെ ഇലയൊന്ന് തുറന്ന് നോക്കാം. ഇലയൊക്കെ ഒന്ന് മാറ്റുമ്പോഴേക്കും ഇപ്പോൾ ഇവിടെ നല്ല മണമാണ്. ആവിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ഇനി ആ മേലത്തെ ഇലയൊന്നും നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, നല്ല സെറ്റ് മീൻ പൊള്ളിച്ചത്. ഈ രീതി നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പൊള്ളിക്കാവുന്നതാണ്. ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി ആയിട്ടുണ്ട്. ഇതൊരു രക്ഷയില്ലാത്ത റെസിപ്പിയാണ്. നല്ല അടിപൊളി റെസിപ്പിയാണത്. നിങ്ങൾ വെറുതെ പറയുന്നതല്ല, മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്